സ്നേഹമുള്ളവരെ, തപസ്യ അക്ഷരോത്സവത്തിൽ പങ്കെടുക്കാനായി ഞാൻ ഏതാണ്ട് 4 മണിക്കൂർ ഡ്രൈവ് ചെയ്തെത്തിയതാണ്. ഒരു വണ്ടിയിലിരുന്ന് ബഹുമാന്യനായ മുരളി പാറപ്പുറത്ത് വിളിച്ചതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദൂരം ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയത്. ഇവിടെ വന്ന് ഈ ശുഷ്കമായ സദസ്സ് കണ്ടപ്പം ഞാൻ ചോദിച്ചപ്പം ബഹുമാന്യനായ മുരളി പറഞ്ഞു, സമാപന സമ്മേളനമായതുകൊണ്ടാണ് 2 ദിവസത്തെ സമ്മേളനങ്ങൾക്ക് ശേഷം ആളുകൾ പിരിഞ്ഞു പോയതാണ് എന്ന്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മോഹനൻ പുറകിലിരിപ്പുണ്ട്. എന്നെക്കാട്ടിൽ നാടകരംഗത്ത് സീനിയറായ ഒരാളാണ്. മോഹനൻ UDF ഭരിക്കുന്ന കാലത്ത് സംഗീതനാടക അക്കാദമിയുടെ സെക്രട്ടറിയും ലളിതകലാ അക്കാദമിയുടെ സെക്രട്ടറിയുമായ ഉന്നതമായ സ്ഥാനങ്ങൾ അലങ്കരിച്ചിട്ടുള്ള ആളാണ്. ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഏറെ ശ്രദ്ധേയമായ നാടകങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ്. ബഹുമാന്യനായ മുരളിച്ചേട്ടൻ പറഞ്ഞ ഒരു കാര്യം, ഞാൻ KPSCക്ക് വേണ്ടി 200 നാടകങ്ങൾ എഴുതി ഇല്ല. ഞാൻ KPSCക്ക് വേണ്ടി 200 നാടകം എഴുതിയിട്ടില്ല. KPSC സംഭവിച്ചിട്ട് ഏതാണ്ട് 75-77 വർഷമേ ആയിട്ടുള്ളൂ. ഞാൻ KPSCക്ക് വേണ്ടി 6 നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. അങ്ങനൊരു തെറ്റ് വന്നാൽ ഞാൻ തിരുത്താൻ ബാധ്യസ്ഥനാണല്ലോ ഇവിടെ ഇരുന്നുകൊണ്ട്. ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നാടകങ്ങൾ എഴുതിയിട്ടുള്ള ആൾ ഞാനാണ്. 375 നാടകങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വേദികളിൽ അവതരിപ്പിച്ചിട്ടുള്ളതും എൻ്റെ നാടകമാണ്. ഇപ്പോഴും ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഒരു കാലത്ത് ഒരു ഇടതുപക്ഷ സഹയാത്രികനായിരുന്നു. ഒരു കാലത്ത് സഹയാത്രികനാണ്. ഈ സഹയാത്രികർക്കുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ, തെറ്റായ വഴിയിലൂടെയാണ് പോകുന്നത് എന്ന് കാണുമ്പം നമുക്ക് സലാം എന്ന് പറഞ്ഞ് U-turn അടിച്ച് പോകാം, വേറെ വഴിയിലേക്ക് പോകാം. ഈ സഹയാത്രികളുടെ ഒരു ഗുണം അതാണ്. KPSCയുമായി പിരിയാൻ ഉണ്ടായ പല കാര്യങ്ങളിലൊന്ന്, ഞാൻ KPSCക്ക് നാടകം എഴുതിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ KPSCയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് PK വാസുദേവൻ നായരാണ്. മുൻ മുഖ്യമന്ത്രിയായ ഇവിടുത്തുകാരൻ പെരുമ്പാവൂരുകാരനായ PKV ആണ് KPSCയുടെ പ്രസിഡന്റ്. അദ്ദേഹം വളരെ നിർബന്ധപൂർവ്വം എന്നോട് CPIയിൽ മെമ്പർഷിപ്പ് എടുക്കണമെന്ന് പറഞ്ഞു. വളരെ നിർബന്ധപൂർവ്വം. എന്നിട്ട് KPSCയുടെ ചുമതലക്കാരനാകണം എന്നും പറഞ്ഞു. ഞാൻ അടുപ്പിച്ച് ഏതാണ്ട് 6 വർഷം 6 നാടകങ്ങൾ എഴുതുമ്പോൾ അതിൽ 4 നാടകത്തിന് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മികച്ച നാടകത്തിനുള്ള അവാർഡൊക്കെ കിട്ടുക. KPSCയുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് നടക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം എന്നോട് ആവശ്യപ്പെടുന്നു, CPIയിൽ മെമ്പർഷിപ്പ് എടുക്കണം. അന്ന് CPMലുണ്ടായ ഗ്രൂപ്പ് പ്രശ്നങ്ങൾ കാരണം അവിടുത്തെ ജില്ലാ കമ്മിറ്റി പിരിച്ചുവിട്ടിട്ട് ഇപ്പോഴത്തെ ദേശീയ ജനറൽ സെക്രട്ടറിയായ MA ബേബി ആലപ്പുഴ ജില്ലയുടെ ചുമതല വഹിക്കുന്ന കാലമാണ്. ബേബി അന്ന് എന്നെ സ്വരലയുടെ ഒരു ചാപ്റ്ററിൻ്റെ ചെയർമാനും ആക്കിയിട്ടുണ്ട്. ഞാൻ ബേബിയോട് പറഞ്ഞു, ബേബി ഇങ്ങനെ PKV എന്നോട് ഇത് പറഞ്ഞു. അപ്പം ബേബി എൻ്റെ ഒരു അകന്ന ബന്ധുവാണ്. അപ്പം ബേബി പറഞ്ഞു, നിനക്കൊരു പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കാനാണെങ്കിൽ CPMൽ ചേർന്നങ്ങ് പ്രവർത്തിച്ചാൽ പോരെ. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ PKVയോട് മറുപടി ഒന്നും പറഞ്ഞില്ല. PKV ഇനി വരുമ്പോൾ ചോദിക്കും, ഞാൻ അന്നേരം ഒരു മറുപടി പറയും. ഞാൻ ബഹുമാന്യനായ PKVയോട് പറഞ്ഞ മറുപടി, വിഷം കഴിക്കാനാണെങ്കിൽ പൊട്ടാസ്യം സയനൈഡ് അവിടെ ഇരിക്കുമ്പം ഞാൻ ഈ എലിവിഷം കഴിച്ച് മരിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. ചേരണമെന്നുണ്ടെങ്കിൽ ഞാൻ CPMനകത്തങ്ങ് ചേർന്നാൽ മതിയല്ലോ, എനിക്ക് അത്രത്തോളം ബന്ധമുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഒരു വിഷം അവിടെ ഉണ്ട്, പൊട്ടാസ്യം സയനൈഡ് ഉണ്ട്, കഴിച്ച അപ്പം ചത്തുപോകും.
രുചി പോലും അറിയാതെ നമ്മൾ ചത്തുപോകും. പിന്നെ ഈ എലിവിഷം കഴിച്ച് ചാകേണ്ട കാര്യമുണ്ടോ? അതുകൊണ്ട് ഞാൻ ഒരു പാർട്ടിയിൽ, അപ്പോൾ PKVS പോലുള്ള ഒരു ബഹുമാന്യനായ വ്യക്തിയോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി ഞാൻ നിഷേധം പറഞ്ഞു എന്നുള്ളത് ഒരു കാരണമാണ്. ഇങ്ങനെ ഇത്തരം പല പല കാരണങ്ങൾ കൊണ്ട് KPSCയുമായ ബന്ധം ഞാൻ ഉപേക്ഷിച്ച് KPSCയിൽ നിന്ന് ഞാൻ തന്നെ ഇനി പുറത്തു പോകുന്നതാണ്. അങ്ങനെ ഈ ഒരു 8 വർഷത്തോളം ഞാൻ സംഗീത നാടക അക്കാദമിയുടെ എക്സിക്യൂട്ടീവിലുണ്ടായിരുന്നു. 8 വർഷം. അതിനു മുമ്പ് ഞാൻ 5 വർഷം ജനറൽ കൗൺസിലുണ്ടായിരുന്നു. MA ബേബി സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ ഞാൻ സംഗീത നാടക അക്കാദമിയിലും സാഹിത്യ അക്കാദമിയിലും ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഈ 2ാം പിണറായി ഗവൺമെൻറ് വന്നതിന് ശേഷം ഈ കേരള സംഗീത നാടക അക്കാദമി ഒരു ലോക്കൽ കമ്മിറ്റി ആഫീസ് പോലെ പ്രവർത്തിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ അതിനകത്ത് ചില അസ്വാരസ്യങ്ങളൊക്കെ രേഖപ്പെടുത്തി തുടങ്ങി. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് എന്നെ ഒരു നാടക പുസ്തകം പ്രകാശനം ചെയ്യാൻ വേണ്ടി കോഴിക്കോടിൽ വിളിക്കുന്നു. അത് ബഹുമാന്യനായ NR മധുവിൻ്റെ ഒരു നാടക പുസ്തകം എന്നോട് മതിച്ചിട്ട്, എൻ്റെ സുഹൃത്താണ് മീനച്ചിൽ മധു, അദ്ദേഹം എന്നെ വിളിച്ചിട്ട്, ഖുർആൻ സാറേ എൻ്റെ ഒരു പുസ്തകം നാടകമാണ്, പ്രകാശനം ചെയ്യാൻ വരണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ പോയി. അപ്പോൾ തന്നെ അതിൻ്റെ തലേന്ന് എന്നെ വിളിച്ച് പറഞ്ഞു, ഞങ്ങൾക്ക് കേസരിക്ക് ഒരു അഭിമുഖം കൊടുക്കണം. അതിനെന്താ, കേസരിക്ക് അഭിമുഖം കൊടുക്കാം. അവിടെ ചെന്നപ്പം നമ്മുടെ ഷാബു പ്രസാദ് എൻ്റെ ഒരു അഭിമുഖം എടുത്തു. കേസരി അത് വലിയ പ്രാധാന്യത്തോടെ ഞാൻ ഷാബു പ്രസാദ് എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഞാൻ എൻ്റെ യുക്തിക്കും എൻ്റെ സത്യബോധത്തിനും നിരക്കുന്ന രീതിയിൽ ഉത്തരം പറഞ്ഞു. ഇത് വളരെ പ്രാധാന്യത്തോടെ എൻ്റെ കവറൊക്കെ കൊടുത്തു, കവർ ഫോട്ടോയൊക്കെ കൊടുത്തു, കേസരി പ്രസിദ്ധീകരിച്ചു. ഞാൻ സംഖ്യയായി. അതിൻ്റെ ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ സംഗീത നാടക അക്കാദമിയുടെ എക്സിക്യൂട്ടീവ് മെമ്പർ സ്ഥാനം രാജിവെച്ചു. എന്നെ നിർബന്ധമായി സംഖ്യയാക്കി. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ അഭിമുഖം ഞാൻ മാധ്യമം വീക്കിലിയിൽ കൊടുത്താൽ ഞാൻ ജമാഅത്തെ ഇസ്ലാമിക്കാരനാകുമോ? ഈ അഭിമുഖം ഞാൻ ചന്ദ്രികയ്ക്ക് കൊടുത്താൽ ഞാൻ മുസ്ലിം ലീഗുകാരനാകുമോ? ഈ അഭിമുഖം ഞാൻ ജനയുഗത്തിന് കൊടുത്താൽ ഞാൻ CPI-കാരനാകുമോ? ഈ അഭിമുഖം ഞാൻ വീക്ഷണത്തിന് കൊടുത്താൽ ഞാൻ കോൺഗ്രസ്സുകാരനാകുമോ? ദേശാഭിമാനിക്ക് കൊടുത്താൽ ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാകുമോ? എന്നോട് കേരളത്തിൻ്റെ സാംസ്കാരിക മേഖലയിൽ നിൽക്കുന്ന പ്രശസ്തനായ, അത്യാവശ്യത്തിൽ കവിഞ്ഞ് ബോധമുള്ള ഷാബു പ്രസാദിനെ പോലെ ഒരാൾ എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഞാൻ എൻ്റെ ഉത്തരങ്ങൾ കേസരിയിലൂടെ രേഖപ്പെടുത്തുമ്പോൾ ഞാനെങ്ങനെ സംഘിയാകും? പണ്ട് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കുകയായിരുന്നു, ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെ എല്ലാവരെയും സംഘികളാക്കുകയാണ്. പാവം ഈ വിവരമില്ലാത്തവന്മാർ അത് ചീമൊട്ടയ്ക്ക് പൊരുന്നയിരിക്കുന്ന പോലൊരു ഏർപ്പാടാണ്. കാലാന്തരത്തിൽ നമ്മൾ മനസ്സിലാക്കിയതാണ്. ഞാനൊക്കെ എൻ്റെ ചരിത്രം പറഞ്ഞാൽ എൻ്റെ ഒരു ഏറ്റവും അടുത്ത് എൻ്റെ കൂടെ പഠിച്ച ഒരു സുഹൃത്തിൻ്റെ കാറിലാണ് ഞാൻ വന്നത്. അദ്ദേഹമാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് CPI MLൻ്റെ സ്റ്റഡി ക്ലാസ്സുകളിൽ പങ്കെടുത്തിട്ടുള്ള ഒരാളാണ് ഞാൻ. കമ്മ്യൂണിസം നന്നായി വായിച്ചു മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി, ഈ MV ഗോവിന്ദനാണെങ്കിലും ബേബിയാണെങ്കിലും ചീമൊട്ടയ്ക്ക് അടയിരിക്കുക, പൊരുന്നയിരിക്കുക. ഒരിക്കലും വിരിയില്ല എന്നുറപ്പുള്ള ചീമൊട്ടയ്ക്ക് പൊരുന്നയിരിക്കുന്നവരാണ് അവർ. ഈ സുനിൽ P. ഇളയിടമോ സച്ചിദാനന്ദനോ NS മാധവനോ അങ്ങനെയുള്ള സാംസ്കാരിക പക്ഷപാതികൾ, യവന്മാരുടെ ആസനത്തിൽ തീയിട്ടാലും ഈ മുട്ട വിരിയില്ല. യവറ്റകൾ ഇതിരുന്ന് നിരങ്ങി പൊട്ടിച്ചാൽ ഇരിക്കുന്നിടം നാറും. ഈ ബോധ്യം കാലാന്തരത്തിൽ നമുക്കുണ്ടാകുന്ന ഒരു തെറ്റാണോ? ലോകത്തെല്ലായിടത്തും പരാജയപ്പെട്ട
ഒരു സിദ്ധാന്തത്തിൻ്റെ മുകളിലാണ്, ഒരു സ്വപ്നത്തിൻ്റെ മേളിലാണ് ഇവർ പൊരുന്നയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതെൻ്റെ അഭിപ്രായവും എൻ്റെ ബോധ്യവുമല്ലേ? അതെൻ്റെ അഭിപ്രായവും എൻ്റെ ബോധ്യവുമാണ്. വന്ദേമാതരം പാപമായി മാറും ഇവറ്റകൾക്ക്. എന്തുകൊണ്ടാണ് കോൺഗ്രസ്സുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും വന്ദേമാതരം പാപമായി മാറുന്നത്? ദേശീയത പാപമായി മാറുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ ഗാന്ധി എന്ന് പറയുന്ന ഒരു നാടകം ഗാന്ധിയുടെ ജീവചരിത്രം നാടകമാക്കിക്കൊണ്ട് കഴിഞ്ഞ വർഷം പത്തനാപുരം ഗാന്ധി ഭവന് വേണ്ടി അവതരിപ്പിച്ചു. ഈ നാടകത്തിൽ ഞാൻ ഗോഡ്സെയെ കാണിച്ചില്ല. നാടകം ഗാന്ധി വെടിയേറ്റ് മരിക്കുന്നിടത്ത് അവസാനിക്കുകയാണ്. ഗാന്ധിയെ വെടിവെച്ചത് ഗോഡ്സെ അല്ലാതെ വേറെ ആരെങ്കിലുമാണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇനി ജനിക്കാതിരിക്കുന്ന കുട്ടിക്ക് പോലും അറിയാം ഗാന്ധിയെ വെടിവെച്ചത് ആരാണ്. ഞാൻ നാടകത്തെ ആവിഷ്കരിച്ചത് ഒരു ചർക്കയിൽ നിന്ന് നാടകം ആരംഭിക്കുകയും വെടിയേറ്റ് നിശ്ചലമാകുന്ന ഒരു ചർക്കയിൽ അവസാനിപ്പിക്കുകയും ചെയ്യുകയാണ്. ഈ നാടകത്തിൽ ഞാൻ ജിന്നയെ, മഹത്തായ ഇന്ത്യയെ വിഭജിച്ചതിന് മുന്നിൽ നിന്ന ആളായി ചിത്രീകരിച്ചു. സത്യസന്ധമായി ഞാൻ ചരിത്രം വായിച്ച് ചിത്രീകരിച്ചതാണ്. മലബാറിൽ നാടകം കളിച്ചപ്പോൾ, വടകരയിലും പേരാമ്പ്രയിലുമൊക്കെ നാടകം കളിച്ചപ്പോൾ ആ രാത്രികളിൽ എനിക്ക് ഉറക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങളുടെ ജിന്നയെ ആക്ഷേപിച്ചു, നിന്നെ കൊന്നുകളയും. ഞാൻ മനസ്സിലാക്കി, വടക്കേ മലബാറിലെങ്കിലും ഗാന്ധിയെക്കാട്ടിൽ കൂടുതൽ ആരാധകർ ജിന്നയ്ക്കുണ്ട് എന്ന സത്യം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഗാന്ധിയെക്കാട്ടിൽ കൂടുതൽ ആരാധകർ ജിന്നയ്ക്കുണ്ടാവുക. ഭാരതം നേരിടുന്ന, അല്ലെങ്കിൽ കേരളം വർത്തമാനകാലത്തിൽ നേരിടുന്ന വലിയൊരു അപകടവും അപജയവുമാണ് ഗാന്ധിയെക്കാട്ടിൽ ആരാധകർ ജിന്നയ്ക്കുണ്ടാവുകയും ജിന്നയെ അങ്ങനെ നിർത്തി നാടകമെഴുതിയ നാടകകൃത്തിനെ രാത്രിയിൽ വിളിച്ചിട്ട് നിന്നെ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുക. ഞാൻ പത്തനാപുരം ഗാന്ധി ഭവന് വേണ്ടിയാണ് ഈ നാടകം എഴുതിയത്. ഗാന്ധി ഭവൻ്റെ സെക്രട്ടറിയായ സോമരായൻ സാറിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വിവാദമാക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങളത് ഒരു വാർത്തയാക്കിയില്ല. അത് പോലീസിൽ പരാതിപ്പെട്ടില്ല. വിളിച്ചവരുടെയൊക്കെ നമ്പറുകൾ എൻ്റെ കയ്യിലുണ്ട്. അതാണ് വർത്തമാനകാല സാംസ്കാരിക രംഗം നേരിടുന്ന ഒരു പ്രശ്നമാണ്. തപസ്യ ജാഗ്രതയോടെ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു പ്രശ്നവുമാണ്. എന്തുകൊണ്ട് നിലവിളക്ക് പാപമാകുന്നു? എന്തുകൊണ്ട് വന്ദേമാതരം പാപമാകുന്നു? ഇവറ്റകൾക്ക് എന്തുകൊണ്ട് ദേശീയത ഇവരെ സംബന്ധിച്ച് അപകടമാകുന്നു? ഭാരതത്തിലല്ലേ ജീവിക്കുന്നത്? എത്ര വന്നാലും പഠിക്കില്ല ഇവറ്റകൾ. സതീശൻ അവകാശപ്പെടുന്ന വിസ്മയം അപകടകരമായി ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഈ വിസ്മയമൊന്നും എല്ലാ കാലത്തും തുടരുന്ന ഒന്നല്ല എന്ന് ബോധ്യപ്പെടേണ്ടത് ആവശ്യമാണ്. പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരാളിനെതിരെ മാത്രം സംഭവിച്ച ഒരു വിസ്മയമാണിത്. ആ നാട്ടിൽ അടുത്ത 5 വർഷം കഴിയുമ്പോൾ വീണ്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരില്ല എന്നെന്തെങ്കിലും ആർക്കെങ്കിലും എഴുതി വെക്കാൻ കഴിയുമോ? പറ്റില്ല. ഒരു കാരണവശാലും പറ്റില്ല. ബംഗാളിൻ്റെ സാഹചര്യമൊന്നുമല്ല കേരളത്തിൽ. കേരളത്തിൻ്റെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ അടിസ്ഥാനപരമായി വേരോട്ടമുള്ള ഒരു പ്രസ്ഥാനം തന്നെയാണ് CPM എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. CPM വർത്തമാനകാലത്തിൽ ഒരു അപകടം പറ്റിയതാണ്. കഴിഞ്ഞ ഇലക്ഷനിൽ അവർ ന്യൂനപക്ഷ പ്രീണനമെന്ന് പറഞ്ഞുകൊണ്ട് വളരെ ബുദ്ധിപൂർവ്വം മുസ്ലിംസിനെയും ക്രിസ്ത്യാനികളെയൊക്കെ കൂടെ നിർത്തുകയും ഒക്കെ ചെയ്യുകയും ഈ പ്രാവശ്യം ചില പൊള്ളുന്ന നേരുകൾ സത്യസന്ധമായി വിളിച്ചു പറഞ്ഞ
വെള്ളാപ്പള്ളി നടേശനെ കൂടെ കൂട്ടുകയും ചെയ്തു എന്നുള്ളതാണ് ഒരു അപകടം. ഈ വെള്ളാപ്പള്ളി നടേശൻ സത്യം പറഞ്ഞാൽ അത് സത്യമല്ലാതാവുമോ? എനിക്കത് മനസ്സിലാകാത്ത ഒരു കാര്യമാണ്. എന്തുകൊണ്ട് വെള്ളാപ്പള്ളി നടേശന് ചില സത്യങ്ങൾ പറഞ്ഞുകൂടാ? ആ മനുഷ്യൻ കൂടെ ഇല്ലാതായാൽ ഇത്തരം സത്യങ്ങൾ വിളിച്ചു പറയാൻ ഒരു നാവ് വർത്തമാനകാലത്തിലില്ല. ഇത് ഇവിടുത്തെ ഈഴവർക്ക് പോലും ബോധ്യമുള്ള ഒരു കാര്യമല്ല. ഇവിടുത്തെ ഈഴവർക്ക് പോലും ബോധ്യമുള്ള ഒരു കാര്യമല്ല. ആ മനുഷ്യൻ കൂടി ഇല്ലാതായാൽ ഇത്തരം നേരുകൾ സത്യസന്ധമായി തൻ്റെ ഇടത്തോടുകൂടി വിളിച്ചു പറയാൻ പ്രാപ്തിയുള്ള ഒരാൾ ഇന്ന് കേരളത്തിൽ ഇല്ലാതായി. ജാഗ്രതയോടെ തപസ്യ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കേണ്ട. മുരളി പാറപ്പുറം പറഞ്ഞു, സാംസ്കാരിക രംഗം വർത്തമാനകാലത്ത് സത്യാനന്തരകാലം എന്നൊക്കെ ഇവർ പറയുന്ന സത്യാനന്തരകാലം, ഇത്തരം പറച്ചിലുകൾ, ഇതൊക്കെ കമ്മ്യൂണിസ്റ്റുകാരുടെ പറച്ചില്ല. സത്യത്തിന് യാതൊരു വിലയുമില്ലാത്ത ഒരു കാലം, നുണ പ്രചരിപ്പിച്ച് നുണയെ സത്യമാക്കുന്ന ഒരു കാലമെന്നാണല്ലോ ഇത് പറയുന്നത്. നമ്മൾ സത്യം മരിച്ചിട്ടില്ല, സത്യം ഒരിക്കലും അസ്തമിക്കത്തില്ല, സത്യത്തിന് കാവൽ നിൽക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ സത്യാനന്തരകാലം എന്ന് പറയുന്ന ഒരു കാലമില്ല. സത്യം അസ്തമിച്ചു പോയാൽ, സത്യത്തിന് വിലയില്ലാതായാൽ പിന്നെ മാനവ ജീവിതത്തിന് എന്ത് വിലയാണുള്ളത്? ഈ മനുഷ്യജന്മത്തിന് എന്ത് വിലയാണുള്ളത്? ഈ കാലത്ത് സത്യം പറയുന്ന നാവാവുക എന്നുള്ളതല്ലേ നമുക്ക് ആവശ്യം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 8 വർഷം സംഗീത നാടക അക്കാദമിയുടെ എക്സിക്യൂട്ടീവിലും 5 വർഷം ജനറൽ കൗൺസിലും ഉണ്ടായിരുന്നു. ഞാൻ ഈ സത്യസന്ധമായി പറയുകയാണ്, അക്കാദമിയിലിരുന്നു കൊണ്ട് ഈ ലളിത സംഗീതത്തിൻ്റെ വിഭാഗം വന്നപ്പോൾ ഞാൻ ഒരിക്കൽ പറഞ്ഞു, നമുക്ക് ഈ തവണ എസ് രമേശൻ നായർക്ക് അവാർഡ് കൊടുക്കണം. അപ്പോൾ അന്നത്തെ സെക്രട്ടറി എന്നെ എനിക്ക് വളരെ ബഹുമാനമുള്ള, ഞാൻ വളരെ ബഹുമാനിക്കുന്ന ഒരാളാണ്, രാധാകൃഷ്ണൻ നായർ, എന്നെ കണ്ണുരുട്ടി കാണിച്ചു, മിണ്ടരുത്, അങ്ങേര് തപസ്യയുടെ ആളാണ്. തപസ്യയുടെ ആളായത് കൊണ്ട് മാത്രം എസ് രമേശൻ നായർക്ക് സംഗീത നാടക അക്കാദമിയുടെ അവാർഡ് ഇടതുപക്ഷവും കൊടുത്തില്ല, UDFും കൊടുത്തില്ല, മോഹൻ്റെയൊക്കെ കാലത്തും കൊടുത്തില്ല. എസ് രമേശൻ നായരുടെ ചെരുപ്പ് കഴുകി കൊടുക്കാൻ യോഗ്യതയില്ലാത്തവന്മാർക്കൊക്കെ അവാർഡ് കൊടുത്തു, രമേശൻ നായർക്ക് കൊടുത്തില്ല. അപ്പം തപസ്യ അങ്ങനെ ഒരു അപകടകരമായ അവസ്ഥയിലുള്ള ഒരു സംഘടനയാണ്. തപസ്യയുമായി സഹകരിക്കുന്നത് കൊണ്ട് മാത്രം പലപ്പോഴും അക്കിത്തം കവിയല്ലാതായി മാറുന്നു. അക്കിത്തം തിരുമേനി കവിയല്ലാതായി മാറുക എന്ന് പറഞ്ഞാൽ സാംസ്കാരിക ബോധമുള്ള ആർക്കെങ്കിലും അംഗീകരിക്കാൻ കഴിയുന്നതാണോ? അത് പുസ്തകം വായിക്കുന്ന, കവിത ആസ്വദിക്കുന്ന ആർക്കെങ്കിലും, ഈ ONV-യെക്കാട്ടിലൊക്കെ എത്രയോ മുമ്പ് ജ്ഞാനപീഠം കിട്ടേണ്ടിയിരുന്ന ഒരാൾ അക്കിത്തം തിരുമേനി, ആനപ്പുറത്ത് ദേവതയെ എഴുന്നള്ളിച്ചുകൊണ്ടിരുന്ന ഒരാൾ ആനപ്പുറത്ത് നിന്ന് ഇറങ്ങിയപ്പോൾ അടുത്ത് നിന്ന ഒരു കുട്ടി ചോദിക്കുന്നു, ഈ ആനയുടെ ഒരു വാല് എനിക്ക് തരുമോ എന്ന്. ആ ജീവതയെ എഴുന്നള്ളിച്ചുകൊണ്ടിരുന്ന ആൾ പറയുന്നു, എൻ്റേതല്ല, എൻ്റേതല്ല ഈ കൊമ്പനാനയും, എൻ്റേതല്ല ഈ മഹാക്ഷേത്രവും. അതുകൊണ്ട് തന്നെ ഈ ആനയുടെ വാലിൽ നിന്നും ഒരു പൂട പറിച്ച് നിനക്ക് തരാനുള്ള അവകാശം എനിക്കില്ലെന്ന്. ലോകചരിത്രത്തിലെ എല്ലാ ഭരണത്തിൻ്റെ കസേരയിലിരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റിനും പ്രധാനമന്ത്രിക്കും വരെയുള്ള സന്ദേശം ഒരു കവിതയിലൂടെ അക്കിത്തം കൊടുക്കുക. ഏത് കാലത്ത് ഈ കസേരയിൽ താൽക്കാലികമായി ജീവിത പിടിക്കാൻ യോഗ്യത നേടിയ ഒരാൾ മാത്രമാണ് ഞാൻ. ഈ ഇവിടെ ഇരുന്നു കൊണ്ട് ഇതിൻ്റെ ഒരു വാലിലെ രോമം പിഴുത് നിനക്ക് തരാനുള്ള അവകാശം എനിക്കില്ല, ഞാനത് ചെയ്യില്ല. എത്ര മനോഹരമായ കവിതകൾ എഴുതിയ അക്കിത്തം തിരുമേനി കവിയായിരുന്നില്ല. എനിക്ക് ഈ ചില ദൈവസത്യത്തിൻ്റെ ചില മഹാപ്രകടനം കണ്ടത്, അക്കിത്തത്തിന് ജ്ഞാനപീഠം കിട്ടിക്കഴിഞ്ഞ് തിരുമേനിയുടെ മുമ്പിലേക്ക് പത്രക്കാർ ചെന്ന് ക്യാമറ കൊണ്ടുവച്ചപ്പോൾ ആദ്യം പറഞ്ഞത്, ആയുസ് തന്ന ഈശ്വരന് നന്ദി,
പിറ്റേ കൊല്ലം മരിച്ചുപോയി. ആ മനുഷ്യൻ 11 വർഷം തികയുന്നതിന് മുമ്പ് മരിച്ചു. ആലോചിച്ച് നോക്കിക്കോണം. തിരുമേനി ജ്ഞാനദൃഷ്ടിയോടെ പറഞ്ഞു, ആയുസ്സു തന്ന ഈശ്വരന് നന്ദി. ഇത് 1 വർഷം കഴിഞ്ഞാണ് തരുന്നതെങ്കിൽ ഞാനില്ല. പക്ഷെ ആ ജ്ഞാനപീഠ പുരസ്കാരം അദ്ദേഹത്തിൻ്റെ ശിരസിൽ അണിയാതെ പോയാൽ ജ്ഞാനപീഠമെന്ന് പറയുന്ന അംഗീകാരത്തിന് വിലയില്ലാതായി പോകുമെന്ന് നിയതിക്കറിയാവുന്നത് കൊണ്ട് അദ്ദേഹം മരിക്കുന്നതിന് 11 മാസം മുമ്പ് സംഭവിച്ചു. കലാകാരന്മാരെ ചേർത്ത് നിർത്തണം സാറേ. കലാകാരന്മാരെ മനസ്സിലാക്കണം. ഫ്രാൻസ്വാ മോറിയാക്ക് എന്ന് പറയുന്ന നോബൽ സമ്മാനം കിട്ടിയ ഒരു എഴുത്തുകാരനോട് ഒരു ഇൻ്റർവ്യൂ ചോദിച്ച് ആ കാലത്ത് ഏലി വീസൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെത്തുന്നു. ഏലി വീസൽ അന്ന് ഒരു പത്രത്തിൻ്റെ പ്രാദേശിക ലേഖകൻ മാത്രമാണ്. മോറിയാക്ക് എന്ന് പറയുന്ന നോബൽ പ്രൈസ് കിട്ടിയ ഫ്രഞ്ച് എഴുത്തുകാരനോട് ഒരു അഭിമുഖം തരപ്പെടുത്താൻ വേണ്ടി ഒരുപാട് ശുപാർശകൾ നടത്തിയതിന് ശേഷമാണ് അയാൾക്കൊരു അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. ഈ ഫ്രാൻസ്വാ മോറിയാക്കിനോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ഒരു ഡയറിയിൽ കുറിച്ച് വളരെ ബഹുമാനത്തോടെ മോറിയാക്കിൻ്റെ മുന്നിൽ ചെന്നു. മോറിയാക്ക് ഇരിക്കാൻ പറഞ്ഞു. ഇരുന്നു. ഈ കുട്ടി ചോദ്യം ചോദിച്ച് തുടങ്ങുന്നതിന് മുമ്പ് മോറിയാക്ക് തൻ്റെ ഇഷ്ടവിഷയം അവനോട് പറയുക. ചില എഴുത്തുകാരങ്ങനെ. അയാളുടെ ഇഷ്ടവിഷയം, ഫ്രാൻസ്വാ മോറിയാക്കിൻ്റെ ഇഷ്ടവിഷയം യേശുക്രിസ്തുവിനെ പറ്റിയാണ്. യേശുക്രിസ്തുവിനെ പറ്റി വളരെ വാചാലമായി അവസാനം യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണവും പീഡാനുഭവവും ഒക്കെ പറഞ്ഞു വരുമ്പോൾ ഈ കുട്ടി ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, നിർത്തുക. നിങ്ങൾക്കെപ്പോഴും യേശുക്രിസ്തു യേശുക്രിസ്തു യേശുക്രിസ്തു. എൻ്റെ വംശം, ഞാൻ ഉൾപ്പെടെയുള്ളവർ, ജൂതന്മാർ ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ തടവറയിൽ ഈ യേശുക്രിസ്തു അനുഭവിച്ചതിൻ്റെ 100 ഇരട്ടി പീഡനങ്ങൾ സഹിച്ചിട്ടുണ്ട്. നിങ്ങൾക്കാർക്കും അത് പറയണ്ട. നിങ്ങളൊക്കെ എന്തുകൊണ്ട് അത് മറക്കുന്നു? ഞങ്ങളുടെ അമ്മമാർ, ഞങ്ങളുടെ സഹോദരിമാർ, ഞങ്ങളുടെ കുഞ്ഞുമക്കൾ യേശുക്രിസ്തു അനുഭവിച്ചതിൻ്റെ 100 മടങ്ങ് പീഡനം ഹിറ്റ്ലറുടെ ക്യാമ്പിൽ ക്രൂരമായി അനുഭവിച്ചിട്ടുള്ളപ്പോൾ നിങ്ങളൊക്കെ എന്തുകൊണ്ട് അത് മറക്കുകയും വർത്തമാനകാലത്തിൽ ഇരുന്നുകൊണ്ട് യേശുക്രിസ്തു യേശുക്രിസ്തു എന്ന് പറയുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുട്ടി ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോവുക. അവൻ ആ വീടിൻ്റെ ഇടനാഴിയിലേക്ക് കടന്നപ്പോൾ മോറിയാക്ക് പിന്നാലെ ചെന്ന് തൊട്ട് വിളിച്ച് പിടിച്ചു അവനെ. മോനെ, നീ പിണങ്ങിപ്പോകാതെ, കം ബാക്ക്, മടങ്ങി വരിക. ബലമായി പിടിച്ചുകൊണ്ടുവന്ന് വീണ്ടും തനിക്കെതിരെ ഇരുത്തി. നോബൽ പ്രൈസ് കിട്ടിയ മോറിയാക്ക് എന്ന് പറയുന്ന അതിപ്രശസ്തനായ എഴുത്തുകാരനോട് ഒരു യുവാവായ ഏലി വീസൽ ഇങ്ങനെ പ്രതികരിച്ചല്ലോ താൻ എന്ന ഓർത്ത് ആ യുവാവ് തൻ്റെ അവിവേകമോർത്ത് മോറിയാക്കൻ്റെ ഓപ്പോസിറ്റിലിരുന്ന് വല്ലാതെ കരഞ്ഞു. അയാൾ അവനൊരു കപ്പ് കാപ്പി കൊടുത്തു. കരച്ചിലടക്കാൻ പറഞ്ഞു. ശേഷം പറഞ്ഞു, നീ പറയുക, ഞാൻ കേൾക്കാം. ഇല്ല, ഞാൻ അങ്ങേ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നതാണ്. ഇല്ല, എനിക്ക് നിന്നോടൊന്നും പറയാനില്ല, നീ പറയുക. ഈ ഏലി വീസൽ ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ പീഡനം അനുഭവിച്ചിട്ടുള്ള ആളാണ്. അവൻ പറഞ്ഞു തൻ്റെ വംശം, തൻ്റെ ജനത അനുഭവിച്ച കൊടിയ പീഡനത്തിൻ്റെ കഥ. ഇപ്പോൾ കരഞ്ഞത് മോറിയാക്കാണ്. അത് കേട്ട് മോറിയാക്ക് കരഞ്ഞു. ശേഷം പറഞ്ഞു, മോനെ, നീ ഇതെല്ലാം എന്താടാ എഴുതാത്തത്? നീ ഇതൊക്കെ ഒന്ന് എഴുത്. ഇല്ല, ഒന്നും എഴുതില്ലെന്ന് എനിക്കൊരു പ്രതിജ്ഞയുണ്ട്. അത് തെറ്റിക്കേണ്ട സമയം കഴിഞ്ഞു. നീ ഇത് എഴുതണം. അയാൾ അവനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരുന്നു. നീ ഇതെഴുതണം. ഏലി വീസൽ അത് എഴുതി. ആ പുസ്തകത്തിൻ്റെ പേര് നൈറ്റ് എന്നാണ്. തൻ്റെ ജനത
താൻ ഉൾപ്പെടെയുള്ള തലമുറ, തങ്ങളുടെ കുഞ്ഞുങ്ങൾ, തങ്ങളുടെ അമ്മമാർ, തങ്ങളുടെ സഹോദരിമാർ, തങ്ങളുടെ പിതാക്കന്മാർ വെളിച്ചം കാണാതെ ക്രൂരമായി പട്ടിണി കിടന്ന് ക്രൂരമായ പീഡനങ്ങൾ അനുഭവിച്ചതിൻ്റെ ചരിത്രം അവൻ എഴുതി. ആ പുസ്തകത്തിന് പുലിറ്റ്സർ സമ്മാനം കിട്ടി. ആ എലി വീസലിന് പിന്നെ നോബൽ പ്രൈസ് കിട്ടി. ഞാനിത് പറഞ്ഞത് വേണമെങ്കിൽ മോറിയാക്കിന് തൻ്റെ മുന്നിൽ നിന്ന് തന്നെ ധിക്കരിച്ച് സംസാരിച്ച ഈ ചെറുപ്പക്കാരനെ ഇറങ്ങിപ്പോകുമ്പോൾ അവനവൻ്റെ പാട്ടിന് പോട്ടെ എന്ന് വിചാരിക്കാമായിരുന്നു. പിന്നാലെ പോയി അവനെ തൊട്ടുവിളിച്ച് കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് ഒപ്പമിരുത്തി കാപ്പി കൊടുത്ത് നീ എഴുതണമെന്ന് പറഞ്ഞെടുത്ത ഒരു എഴുത്തുകാരനുണ്ടായി. അവൻ നോബൽ പ്രൈസ് വിന്നറായി മാറി. ഈ ലോകം ഇന്നവനെ അറിയും. ഇതാണ് എഴുത്തുകാരുടെ മുന്നിൽ തപസ്യ ചെയ്യേണ്ടത്. കലാകാരന്മാരുടെ മുന്നിൽ അവരെ ചേർത്ത് പിടിക്കണം, അവരെ ഒപ്പം കൂട്ടണം. 42 വർഷം കൊണ്ട് നാടകം എഴുതുന്ന ഒരാളാണ് ഞാൻ. പ്രൊഫഷണൽ നാടകം ഞാൻ പറഞ്ഞു 375 നാടകം എഴുതിയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് തപസ്യ എനിക്കൊരു വേദി തരുന്നത്. എന്തുകൊണ്ട് ഞാൻ തപസ്യയ്ക്ക് അന്യനായി എന്ന് ഞാൻ ചിലപ്പോഴും ഇരുന്ന് ആലോചിക്കും. ഞാൻ എനിക്ക് വേണ്ടപ്പെട്ട പലരോടും ചോദിച്ചിട്ടുണ്ട്. ഇപ്പം ഈ 50-ാം വർഷം നിങ്ങളുടെ വേദിയിൽ വിളിച്ചു വരുത്തി എൻ്റെ ഈ ചോദ്യത്തിന് ഉത്തരം തരണം. ഞാനിപ്പോൾ നിങ്ങളോട് ചോദിക്കുന്നു, എങ്ങനെ, എന്തുകൊണ്ട് ഞാൻ ഈ സാംസ്കാരിക സംഘടനത്തിന് അന്യനാകുന്നു? ഞാൻ ഇടതുപക്ഷ സഹയാത്രികനാകുമ്പോഴും എനിക്ക് എൻ്റേതായ അഭിപ്രായങ്ങളുണ്ട്. ഞാൻ നിങ്ങളോടൊപ്പം സഞ്ചരിക്കുമ്പോഴും എനിക്ക് എൻ്റേതായ അഭിപ്രായങ്ങളുണ്ട്. കാരണം ഏതെങ്കിലും ഒരു പാർട്ടിയുടെ അടിമയാകാതെ തണ്ടല് നിവർത്തി നിന്ന് സത്യബോധത്തോടെ, ഇത് സത്യാനന്തര കാലമല്ല, സത്യം മരിക്കാതിരിക്കാൻ പേനയൂന്തുന്നവരാണ്, പേനയെടുക്കുന്നവരാണ്, ചിന്തിക്കുന്നവരാണ്, കലാപ്രവർത്തനം നടത്തുന്നവരാണ് ഞങ്ങൾ എന്ന് തൻ്റെ ഇടത്തോടെ പറയുന്ന സത്യബോധമുള്ള കുറേ പേരുണ്ട് ഇവിടെ. ആരുടെയും അടിമകളല്ല. അവരെ ചേർത്ത് പിടിക്കണം. അഹമ്മദ് മാഷ ഇന്നലെ ഇവിടെ സത്യാനന്തരകാരനെ പറ്റി സംസാരിച്ചത്. അഹമ്മദ് മാഷിൻ്റെ പൂർവ്വ കഥ ഞാൻ പറയണ്ടല്ലോ. പറഞ്ഞല്ലോ പൂർവ്വകഥകൾ. ആ മനുഷ്യന് ഇപ്പോൾ സംഖ്യ. ഈ വേദിയിൽ പങ്കെടുത്തു പോയാൽ സംഖ്യയാകും. SDPIയുടെ വേദിയിൽ പങ്കെടുത്താൽ, ജമാഅത്തെ ഇസ്ലാമിയുടെ വേദിയിൽ പങ്കെടുത്താൽ ആ അപകടമില്ല. ഇത്തരം പ്രശ്നമില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ വേദിയിൽ പങ്കെടുത്ത് അവന്മാർക്ക് വേണ്ടി സംസാരിച്ചാൽ നിലവിളക്കിനെ പറ്റി കുറ്റം പറയുക, ദേശീയതയെ പറ്റി കുറ്റം പറയുക, പ്രശ്നമില്ല. നമ്മൾ സ്വീകരിക്കപ്പെടും. ദേശീയ മുഖ്യധാരയിൽ നിൽക്കുന്ന ഈ പ്രസ്ഥാനത്തിനോടൊപ്പം സഞ്ചരിച്ചാൽ നമ്മൾ സംഖ്യയാകുന്നെങ്കിൽ ഞങ്ങളെ ചേർത്ത് നിർത്തേണ്ടത് ആരാണ്? ഞങ്ങളെ ചേർത്ത് നിർത്തേണ്ടത്? നന്മകൾ സംഭവിക്കട്ടെ. 50 വർഷം ആഘോഷിക്കുകയാണ് തപസ്യ. കേരളത്തിൻ്റെ, ഈ ഭാരതത്തിൻ്റെ മൂല്യബോധങ്ങൾ മുഴുവൻ തപസ് ചെയ്ത് നേടിയതാണ്. മഹാതപസ്യയിലൂടെ പൂർവസൂരികൾ നേടിയെടുത്ത വേദ ഉപനിഷത്തുകളിലാണ് ഈ ഭാരതത്തിൻ്റെ സാംസ്കാരിക ശില പാകിയിരിക്കുന്നത്. ആ ശിലയിൽ ചവിട്ടിയാണ് തപസ്യ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ തപസ്യ ക്ഷയിച്ചു പോകില്ല. തപസ്യ എന്നും ലോകമുള്ളിടത്തോളം, പ്രപഞ്ചമുള്ളിടത്തോളം തെളിഞ്ഞു കത്തുന്ന ഒരു ദീപസ്തംഭമായും ഉണ്ടാകും എന്ന ആത്മവിശ്വാസത്തോടെ, പ്രാർത്ഥനയോടെ വിളിച്ചതിന്, കേട്ടതിന് നന്ദി.